കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, നിഷ്പക്ഷമതികളായ കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മാൻഡേറ്റാണ്. ആ മാൻഡേറ്റിനെ വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് വികലപ്പെടുത്തി പോകാൻ പാടില്ലെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ, മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ വിജയിച്ചത് ഇപ്പോഴത്തെ 2021 മുതൽ 26 വരെയുള്ള പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ എപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ആകർഷണം കൊണ്ടുവരാനും ജനങ്ങളുടെ മനസ്സിനെ ആ മുന്നണിയോടൊപ്പം പാർട്ടിയോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ വിജയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിമാരായി വരുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അവരുടെ പ്രതിനിധികൾ ആരെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുള്ള നിലയിൽ തന്നെയാണല്ലോ, അതിന് സംശയമൊന്നുമില്ല. അല്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു വോട്ടവകാശം വിനിയോഗിക്കുന്നത് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആകുന്നതിന് വേണ്ടിയാണ്.